ഹലോ ഗൈസ്, അങ്ങനെ ഇന്നൊരു യൂട്യൂബിൻ്റെ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നൊരു നൈറ്റ് ഔട്ട് റൈഡാണ് ഇന്ന് പോകാൻ പോണത്. ഇന്ന് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഈ 2 മണിക്കൂർ മുന്നെയാണ് ഈ ദിൽബർ വിളിച്ച് പറയുന്നത്, വാ ട്രിപ്പ് ഉണ്ട്, വാ പോവാന്നൊക്കെ. എങ്ങോട്ടാ? വയനാട്ടിൽ കാണാറ്, ഏതോ തിരുനെൽവേലി എന്തോ സൺറൈസ് പോയിന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. എന്താ അറിയില്ല, വേറെ ഏതോ ക്ലബിൻ്റെ പരിപാടി എന്തോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ ക്ലബിലത്തെ ടീംസ് ഒന്നും വന്നിട്ടില്ല, എന്താ അറിയില്ല. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ പോസ്റ്റ് അയക്കുന്നുണ്ട്, എങ്ങോട്ടാണ് എന്താണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടാതെ ഞാൻ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് എൻ്റെ അധിക ട്രിപ്പ് ഉണ്ടാവല്ലേ, ഏതെങ്കിലും കളികൾ വിളിച്ചോണ്ട് ഒരു പോക്കാ. എങ്ങട്ടാ എന്താണെന്നൊന്നും അറിയില്ല. ഇതേതോ വയനാട്ടിലെന്തോ തിരുനെൽവേലി എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് വന്നു, എന്തോ സൺറൈസ് പോയിന്റ് എന്തോ ഒന്നുണ്ട് നോക്കാം. അപ്പോൾ ഈ നാറിയാണ് ഇതിൻ്റെ എല്ലാ കാരണക്കാരൻ. ചെറ്റ രാത്രി 9 മണിക്ക് പോകാനുള്ള ട്രിപ്പിന് 2 മണിക്കൂറോടെ പോസ്റ്റ് 9 മണിക്ക് വിളിച്ചെടുത്തതാ. ഇനി എപ്പോഴാ പോവാ? ഉണ്ടായാ മതി. കിട്ടി. ഇവിടെ ഓരോരുത്തർക്ക് കാറ്റടിച്ചെടുക്കുന്ന പരിപാടിയൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ കാണിക്കുന്നത്. എന്തോ ഒരവസ്ഥ. 2 മണിക്കൂറോളായി പോയി പോസ്റ്റ്. ഇത്രയും വണ്ടികൾ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഹിമാലയനും 2 ഡൊമിനോറും പിന്നെ GS3 ടൺ ഇല്ല തോന്നുന്നു. ഇത് അവരുടെ ക്ലബിൽ ആദ്യം ട്രിപ്പ് പോയിന് ടീംസൊക്കെ വെറുതെ പോസ്റ്റ് 9 മണിക്ക് വന്നതാ. ഇവിടെ കട്ടില്ല, ഒരു തേങ്ങയില്ല. 11 മണിയായി. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ 2 ഉറക്കം ഉറങ്ങിയിട്ട് വന്നില്ല. ഞാൻ ഇന്നലെ ഇറങ്ങിയില്ല, മിഞ്ഞാന്ന് ഉറങ്ങിയില്ല. 3 ദിവസമായിട്ട് മറ്റേ ഉറക്കം കിട്ടിയില്ല. അതിൻ്റെ ദിവസം ഞാൻ എൻ്റെ ഷെഡ്യൂളായിരിക്കും. തിങ്കളാഴ്ച ഞാൻ രാവിലെ പോയിട്ട് 3 ഇഞ്ചക്ഷൻ കയറ്റിട്ടാണ് ഞാൻ ബീച്ച് നടക്കണത്. നമ്മളിവിടെ എത്തിയടാ. മനെടുത്തി അടിവാരെത്തിയോ? അടിവാരെത്താൻ പോകണം. എവിടെ ചായ? ഇവിടെ എല്ലാ ടീംസും എത്തിയിട്ടുണ്ട്. കുറെ ടീമുണ്ടല്ലോ. ആരാ എന്താണെന്ന് അറിയാത്ത അവസ്ഥ. അപ്പൊ ഞാനൊക്കെ പോന്ന് പറയല്ലോ, ആരും പോണില്ലല്ലോ. എടാ പോവാന്നല്ലാതെ ഇപ്പൊ ഒരു 350 ഉണ്ട്, ഒരു എക്സ്പ്രസ് ഉണ്ട്. ഇതിൻ്റെ ഉണ്ടാണല്ലോ. ഇതാരാ ജാക്കറ്റൊക്കെ എൻ്റെ കാര്യം ഉണ്ടല്ലോ. ആടാ എൻ്റെ ഒരു ഡിപ്പല്ലേ. അവിടെ വീസ്ട്രോം ഉണ്ട്, ഡൊമിനോർ ഉണ്ട്, 450 ഉണ്ട്, ഡൊമിനോർ 3 ടൺ, സ്ക്രാം അല്ലേ, ടൂണിയോ എവിടെ? അത് നമ്മളെന്താ പോവാന്ന് പറഞ്ഞാൽ ഇതാരും പോണില്ലല്ലോ. ഫോട്ടോ ഒക്കെ എടുക്കണം. ഇതാരും ഇതിന്റെ കോർഡിനേറ്റർ ആരാ? ഇതിന് കോർഡിനേറ്റർ ഇല്ലേ? കോർഡിനേറ്റർ ഇല്ല, എല്ലാരും കോർഡിനേറ്റർ. വൻ സീനാണല്ലോ. എന്താ അവിടെ നടക്കണേ? അതിൻ്റെ ഇടയിൽ കൂടെ ഒരു GT. പോളാക്കാരൻ്റെ ഷോ കാണേണ്ടി വരും. സൗണ്ട് ഇട്ടതാ, അണ്ടർ പൊട്ടിക്കട. സൈൻസർ ഇടണോ? സൈൻസർ ഇട്ടില്ല. എനിക്ക് ഫോട്ടോഗ്രാഫറായി പോയിരിക്കുന്നു. ഫോട്ടോഗ്രാഫർ സീന് ഫോട്ടോ ഫോട്ടോഗ്രാഫർ. പോരാന്ന് ഫോട്ടോ പോരായില്ല. എന്താടാ ഫോട്ടോ എടുക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എടുത്തെടുക്കട്ടെ. 24 അങ്ങ് ഫോട്ടോ എടുക്കാൻ പോവല്ലേ? പാട്ടായിട്ട് എടുക്കാം. പാട്ടിലാണ് അവിടെ വണ്ടി കിട്ടിയാൽ പോവാ. എങ്ങോട്ട് പോവാ? സിംഗിൾ ലൈനാ പോവാ. ഇതിലെ നെക്സ്റ്റ് പെഡ്ലോക്കിൻ്റെ ഒരു ഇവൻ്റ് ആയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഫ്രീ ഇവൻ്റ് ആയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ആ പരിപാടിയിൽ ബത്തേരിയിലെ പെഡ്ലോക്കിൻ്റെ ഷോറൂം ഉണ്ട്. അവർ
സർവീസിൻ്റെ ഒരു ഷോപ്പ് റെഡ് ലോക്കിൻ്റെ. ഇതിൻ്റെ ആണ് കോഴിക്കോടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള റൈഡാണിത്. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ കത്തി തുടങ്ങിയത്. വണ്ടിക്കും കൂടെ സാഗറുണ്ടല്ലോ. ഫോട്ടോ എടുക്കാം. ഇതെന്തേ മൂടി കെട്ടാണ്ടോ? ഇനി എന്തേ മൂടി കെട്ടാണ്ടോ? തണുപ്പല്ലേ? പിന്നാലെ ട്രക്കിംഗ് സ്ലോ ആയി എന്ന് സംശയം. എന്താ എന്ത് സീനെന്താ? സീനെന്താ? അച്ഛനാകലേ ഇവിടെ ഗേറ്റ് ഉണ്ട്. ആവശ്യമില്ലാത്തവർക്കൊക്കെ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് എന്തിനാ? ഗേറ്റ് എന്തിനാ ചോദ്യമാണല്ലോ. ഗേറ്റ് കൊണ്ട് വെച്ചിട്ട് പിന്നെ വല്ല കമ്പിയിൽ വെച്ചാൽ പോലെ ഇത്രയും നല്ല ഗേറ്റ് ഉണ്ട്. ഇനി വരി വരിയായിട്ട് പോണ്ടോ? കൂട്ടിലോട്ടോ വരി വരിയായിട്ട് പോണം. നമ്മളിനി പേടിച്ചിട്ട് രാത്രി മുകളിലൊരു ടാസ്ക് കുന്നുണ്ട്. കാരണം നമുക്ക് ഇതൊക്കെ രാവിലെ കാണാം. ഇതിന്റെ ഒക്കെ എന്താ റോപ്പ്? അണ്ട് കേറിക്കൂടെ? ദിൽബറ സീനാണ് കേട്ടോ. അങ്ങോട്ട് വലിച്ചിടാതിരുന്നാ മതി. അവിടെ കൈയുണ്ട്. സുഖമല്ലോ. ദിൽബർ പോലെ നോ സീൻ. ആ വെള്ളത്തിന് ബോട്ടിൽ കിട്ടുന്നാളാ. ഇന്ന് പേടിക്കണ്ട. കമ്മളാൾക്കാരാ ഒരു സീനില്ല അവിടെ. സീൻ മക്കളെ സ്വർഗം അല്ല എത്തിയോ? ഓ മൈ ഗാഡ്. ഇതേത് ഭാഗത്ത സൺറൈസ്? ലെഫ്റ്റോ റൈറ്റോ? എങ്ങോട്ട്? അതോ? അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് കോഴിക്കോടല്ലേ? അല്ല ഇവിടെ സൺനെറ്റ് അവിടെ കോഴിക്കോട്. യെസ്, ചെന്നൈ. അല്ല ഇവിടെ അല്ല, എത്തില്ല. ഇതല്ല മേലക്കുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. പോട്ടെ പോട്ടെ, എത്തിയിട്ടില്ല. ദിൽബർ നമുക്ക് മോളിൽ പറിക്കാൻ പാ. ദിൽബർ
ദിൽബർ ദിൽബർ വോയിസ് ഉണ്ടോ? ഉണ്ടായി മതിയാ, കേക്കണ്ടല്ലോ. ഇത് അനക്കറിയില്ല, അന്റെ നാടല്ലത്. എങ്ങനെങ്കിലും ഇവിടെ അട്ടൊന്നും ഉണ്ടാവില്ല സാർ. എടാ അവിടെ അട്ടുണ്ടാവില്ലല്ലോ. ഓ ഇഞ്ഞൊന്നും ഉണ്ടാവില്ല. ഇന്നലെ മഴ ഇതിന് ശനിയാഴ്ച അല്ലേ? ആ അതിന്റെ മേലെ കയറാളെ. ഓക്കെ ഓക്കെ ഇപ്പൊ കയറാൻ പറ്റില്ല. എല്ലാവർക്കും കയറാൻ പറ്റില്ല, ലേഡീസിനൊക്കെ. ആ ആ കാരണം അത് ഇതേപോലെയല്ല, കുത്തിനുള്ള കയറ്റം കൊണ്ടാ. ആ ഓക്കെ. എവിടെ വഴി എവിടെ ഇത് കയറാനുള്ള വഴി? അതിന്റെ മേലെ കൂടി പഠിച്ച് കയറണം. അതല്ല എങ്ങോട്ട് ഇറങ്ങാൻ? അങ്ങോട്ട് അങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി പോകണം. അങ്ങനെ ഇറങ്ങി കയറി പോണല്ലേ? അത് ഇങ്ങനെ എന്നിട്ട് അതിന്റെ മേലെ നിന്ന് പിന്നെയും കയറാൻ പറ്റും. ഓ പക്ഷെ അത് ലേഡീസിന് കയറാൻ പറ്റില്ല, അതാ പ്രശ്നം. നമുക്ക് നേരെ വെളുത്തിട്ട് കയറാം. രാവിലെ കയറാം, ഒരു 6 മണി നമുക്ക് കയറിയാൽ മതി. അത് കയറാണ്ട് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അതിന്റെ മേലെ രാവിലെ പോവാം. ലേഡീസിന് കയറാൻ പറ്റില്ല. ആ പോവാൻ വഴിയുണ്ട്. ഇങ്ങനെ ഇങ്ങനെ നടന്ന് നേരെ മേലെ കയറി ഇപ്പൊ കയറണ്ട. തെന്നിക്കിടക്ക് ഇരിക്കും മഴ പെയ്തിട്ടേ. എങ്ങനെയുണ്ട്? ഇവിടെ എന്ത് ട്രക്കിംഗ് എത്തിയില്ല. അങ്ങനെ ഇത് കുറച്ചുകൂടി വേണം, കുറച്ചുകൂടി കയറാണ്ടാണ്. ക്ഷീണം കുടുങ്ങിയില്ല. ട്രക്കിങ് നാളെ രാവിലെ അതിന്റെ മേലെ കയറണം. ഉണ്ടാവില്ലേ? എൻ്റെ ചുക്കാപ്പി അടിക്കുന്നു. അവിടെ ഒരു ടെൻ്റ് അടിക്കുന്നു, അവിടെ ഒരു ടെൻ്റ് അടിക്കുന്നു, ഇവിടെ ഒരു ടെൻ്റ് അടിക്കുന്നു, ഇവിടെ ഒരു ടെൻ്റ് അടിക്കുന്നു. ടെൻ്റ് അടിക്കാതെയും കിടന്നിറങ്ങുന്നു. ഫുൾ സീനാണല്ലോ. മോർണിംഗ് വിഷ്വൽസ് അടിപൊളി. എല്ലാവരും ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് കുറച്ചൊക്കെ കിടന്നുറങ്ങി ആയിട്ടാണ് എണീറ്റ് വരുന്നത്. ഇതാ സൂര്യൻ കിട്ടിയിരിക്കുന്നത് ഗായ്സ്. ടൈം എത്രയായി? 6:26 സൂര്യൻ വരുന്നുണ്ട്. ആ നൈസ്. എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ. അടിപൊളി. ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിരുന്നു അവിടെ. അത് കഴിഞ്ഞിതാ എല്ലാവരും കുറച്ച് ആൾക്കാർ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കയറണം. സൺ വന്നതിൻ്റെ ശേഷം ഒന്ന് കയറാൻ കഴിച്ചു. വെളിച്ചത്തിൽ നൈസായിരിക്കും. അവിടെ കുറച്ച് ടീം പാട്ടൊക്കെ പാടേണ്ട വൻ സെറ്റപ്പിലാണല്ലോ. എന്നാലും ഇവിടുത്തെ ഇതിന് എടക്കൽ കേവ് ആണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. എടക്കൽ കേവ് അല്ല, അതിനെന്തോ മലൻ്റെ പേരെന്തോ ഉണ്ട്. എന്തായിരുന്നു ചുക്കാപ്പി? എങ്ങനെയുണ്ട് ചുക്കാപ്പി? ഹിൽസിൽ വന്നിട്ട് ചുക്ക് കാപ്പി കുടിക്കണം. പഠിച്ചോനെ, ഞാനല്ലാതെ വേറെ വ്ളോഗർ ഉണ്ടല്ലോ, സീനാണല്ലോ. വ്ളോഗർമാരെ കൊണ്ട് മുട്ടിക്കെടുക്കണം. ചുക്കാപ്പിയാണ് വേണോ?
എല്ലായിടും പറയുമ്പോ എല്ലാരും മേലോട്ട് നോക്കണം. അതാ ഡ്രോണിലേക്ക് നോക്കേ. എവിടെ ഓരോ സ്ഥലങ്ങളിലെല്ലാം പോകുന്നത് പരസ്പരം ആൾക്കാരെ പരിചയപ്പെടാനും സ്ഥലങ്ങൾ കാണാനുമാണ്. നമ്മൾ സ്ഥലങ്ങൾ കണ്ടു, പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടില്ല. അതുകൊണ്ട് ഓരോരുത്തരായിട്ട്. എന്റെ പേര് നിതിൻ, നീലഗിരി എന്നാണ് വരുന്നത്. നൈറ്റ് റൈഡ് ഫസ്റ്റ് ടൈമാണ്. മാക്സിമം ഒരു 7 മണി വരെ എവിടെ പോകണമെങ്കിലും റൈഡ് ചെയ്യുള്ളൂ. ആദ്യമായിട്ടാണ് ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് ഇവിടെ മല വന്ന് കയറുന്നത്. മാക്സിമം നമ്മൾ ഒരു 7 മണിയാകുമ്പോൾ ആൾട്ടാവും. പിന്നെ ഒരു 4 മണി 5 മണിക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ പോവാം. ഇത് സംഭവം ഒരു വെറൈറ്റി സാധനമായി, കുഴപ്പമില്ല. ഫസ്റ്റ് അനുഭവമാണ് നൈറ്റ് റൈഡ് ചെയ്യുന്നത്, ഉഷാറാണ്. കൂടുതൽ ആൾക്കാരെ കൂടെ ഫസ്റ്റ് ടൈമാണ്. രണ്ടുപേരെ മാത്രം കണ്ടുപരിച്ചുണ്ട്. എന്നെ അറിയാം, ചേച്ചിനെ കണ്ടുപരിച്ചുണ്ട്. വേറെ ആരെയും ഒരു പരിചയമില്ല. പേര് ഷഫീഖ്. പിന്നെ എല്ലാരും കുള്ളു കള്ളു എന്നൊക്കെ വിളിക്കും. കള്ളനൊന്നല്ല, ആള് പൊളി മനുഷ്യനാണ്. ഞാൻ ഫുൾ സെറ്റ് ആണ്. പിന്നെ ഇതിന് മുമ്പ് സാഗർ ബ്രോന്റെ സ്നേഹന്റെ കൂടെ റൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫുൾ സെറ്റ് ആണ്, അടിപൊളി. എന്റെ പേര് മുബഷിർ. ഞാൻ നാസിന്റെ കൂടെ റൈഡൊക്കെ പോകുന്നത്. ആദ്യം പരിചയപ്പെടുത്തി. നെഹാസ് ആരാണ്? എന്താണ് ആരാണ് നെഹാസ്? എന്താണ് നെഹാസ്? നെഹാസ് ഞങ്ങൾക്ക് അറിയില്ല. ലഡാക്കിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവരെ കൂടെ. കാലത്ത് കണ്ടില്ലേ? ആദർശന്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ ചെയ്യാറുണ്ട്, പക്ഷെ ഇത്ര കൂടുതൽ ആൾക്കാരെ കൂടെ ചെയ്യുന്നത്. ഞാൻ റൈഡിന് വേണ്ടി എല്ലായിരുന്നു ഇറങ്ങിയത്. ഞാനും നിഷാദും കൂടി തൃശ്ശൂർ വരെ പോയതായിരുന്നു ഒരു ഓഫീസ് മീറ്റിംഗിന്. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്കാണ് നിഷാദ് പറഞ്ഞ ഇങ്ങനെ ഒരു റൈഡ് ഉണ്ട്, അപ്പൊ നമുക്ക് ജോയിൻ ചെയ്താലോ എന്ന്. അപ്പോൾ എന്തായാലും സമയം വൈകി നമ്മളെ. അപ്പോൾ ഇങ്ങനെ കയറിയതാണ്. പേര് സെൻ എന്നാണ്. നമ്മള് റൈഡ് വന്ന ഒരു പോയിന്റ് ഇല്ലായിരുന്നു, അടിവാരത്ത് നിർത്തിയേ. അവിടെ അടുത്ത് അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് വീട് വരുന്നത്. പിന്നെ ജോലി ഉണ്ടായിരുന്നു, ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ഇല്ല. റൈഡ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം. സ്നേഹ പുതിയ ബൈക്ക് വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ പ്രോപ്പറായിട്ട് റൈഡിങ്ങിലേക്ക് വരുന്നത്. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഐഡിയാസ് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് വെക്കാറ്, ഈ നൈറ്റ് റൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ആക്ച്വലി ഇന്നൊരു പൂൾ പാർട്ടി നടത്തേണ്ട ദിവസമായിരുന്നു. ആരവെന്ന് പറഞ്ഞിട്ട് ഒരു പൂൾ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അത് ചില സാങ്കേതിക കാരണത്താൽ അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു. പക്ഷെ ഇന്ന് കുറേ ആൾക്കാർ പ്ലാൻ ചെയ്തത്, ഇങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് 2 ദിവസം മുമ്പാണ് ഈ ഒരു നൈറ്റ് ഡ്രൈവ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത്രയും ആൾക്കാർ വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വേണ്ട രീതിയിൽ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ജസ്റ്റ് ആ ഗ്രൂപ്പിലിട്ടു, മാക്സിമം അതിലും എല്ലാവരും സ്റ്റോറി ഇട്ടു. അങ്ങനെ ഇട്ട് ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റി, പരിചയപ്പെട്ടു. താങ്ക് യു. എൻ്റെ പേര് സ്നേഹ, കാലിക്കറ്റാണ് വീട്. ഞാൻ ഒരു ഫ്രീലാൻസ് വെബ് ഡെവലപ്പറാണ്. പിന്നെ ഇപ്പം പെഡ്ലോക്കിലാണ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റൈഡ് ഈ സാഗർ പറഞ്ഞ പോലെ ബൈക്ക് എടുത്തതിന് ശേഷം നമ്മൾ റെഗുലർ റൈഡ്സ് പോകാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ റൈഡ്സ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് റൈഡ്സ് പോകാൻ തുടങ്ങി. പിന്നെ അത് റൈഡ് നമ്മൾ ഒരുമിച്ച് എല്ലാവരും നമുക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു റൈഡ് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് റൈഡ് വെക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടീമിനെ കിട്ടണം കേട്ടോ. നൈസ് ടീം പറഞ്ഞാൽ നൈസ് ടീം. ആകെ സൺറൈസ് കാണാൻ എനിക്ക് ആകെ 4 ആൾക്കാർ 2 ആൾക്കാരൊക്കെ കിട്ടില്ലുള്ളൂ. എങ്ങനെ പോയാലും ചെക്കന്മാരെ കാര്യം വിളിച്ചു വരുത്തണം അങ്ങനത്തെ ഒരു ടീമിന്. ഇന്നാണ് ആദ്യമായിട്ട് ഇത്രയും ഒരു 10-40 ആൾക്കാർ ഉണ്ടാവും. 40 ആൾക്കാർ സൺറൈസ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്, അതും നൈറ്റ് ഉറക്കം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉറക്കം കഴിഞ്ഞിട്ട് റൈഡ് ചെയ്തിട്ട് ഒരു സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് ട്രക്ക് ചെയ്ത് കയറി വരിക എന്ന് പറഞ്ഞ് അതുണ്ടല്ലോ, ഒരു ദിവസത്തെ ഉറക്കം ഒഴിവാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ടീമിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കിട്ടിയത് ദിൽബറാണ്. അതിനൊരു താങ്ക്സ് പറയണ്ടേ. ഏതായാലും ഇന്നത്തെ ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്രയും നൈസ് എക്സ്പീരിയൻസ്, പെട്ടെന്നുണ്ടായ ഒരു ഗ്യാങ്ങാണ് ഇത് തോന്നുന്നത്. ഒരാൾ 5 ആളെ കൊണ്ടുവരിക, ഒരാൾ 5 ആളെ കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് വയനാട് എടക്കൽ കേവിൻ്റെ ഭാഗത്തായിട്ട് ഉള്ള ഒരു
കേവിൻ്റെ അടുത്തുള്ള ഒരു മലയാണ്. നല്ലൊരു സൺറൈസ് പോയിന്റ് ആണ്. സൺറൈസ് ആണ് ഇവിടെ അടിപൊളി. സൺസെറ്റിന് അടിപൊളി ആവുമോ എന്നറിയില്ല. ഇന്നലെ ഞങ്ങൾ ഒരു നൈറ്റ് ഒരു 4 മണിയായപ്പോൾ ഇവിടെ എത്തിയത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് സൺറൈസ് കാണാൻ നമ്മൾ എണീറ്റ്. സൺറൈസ് കുറച്ച് മുകളിലെത്തിയിരുന്നു, ലേറ്റായിരുന്നു. ഇന്ന് ഒരു 6:45 ആയിട്ടാണ് സൺറൈസ് കണ്ടത്. കാരണം നല്ല ഫോഗി ക്ലൈമറ്റ് ആയിരുന്നു. നൈസ്. എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് അറിയില്ല. ഇനി അടിയിൽ ഇറങ്ങി പോകുന്നുണ്ടാവും. ഒക്കെ കാണാം. നൈസ് സ്പോട്ട്. എന്തായാലും ഒന്നും പാടെ വരണം അല്ലേ ദിൽബറേ ഡാ? ഒന്നും പാടെ വരണ്ട ഇവിടെ. ഇവിടെ വരണം. നല്ല അടിപൊളി, നല്ല സൺസെറ്റ്. കുഴപ്പമില്ല, സെറ്റ് ചെയ്യണി. ഇന്നത്തെ സൺറൈസ് ചെറുങ്ങനെ പാളി. കാരണം എനിക്ക് സൺറൈസ് ഇങ്ങനെയല്ല കിട്ടേണ്ടത്. കാരണം ഇതിനും കാട്ടി നല്ല അടിപൊളി സൺറൈസ് എല്ലായിടത്തും കണ്ടുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ അല്ല സൺറൈസ് കിട്ടേണ്ടത്. പക്ഷെ അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ, രക്ഷയില്ല. ഓ, ബാക്കൊക്കെ അടിപൊളി കേട്ടോ. നൈസ്. ഈ കൂടുമുടി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ജാക്കറ്റ് ബാഗില് എന്തിനാ ഈ ചൂടത്ത് ഞാൻ വെച്ചിറക്കേണ്ട ആവശ്യം? ഇവിടുന്ന് ഡേഞ്ചറായി ഇറങ്ങിയല്ലോ എല്ലാവരും. കിട്ടോ ഗ്രിപ്പിട്ടോ? നൈസ്. ട്രാവൽ ഗ്രാം ഇതാണോ സീനി? ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ രാത്രി ഒന്നിനി ഇതൊക്കെ ട്രെക്കിംഗ് ആണോ മൈസൂർ? ട്രെക്കിംഗ് എന്തെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. 3200 സ്റ്റെപ്പ് അപ്പ് ഡൗണ് മാത്രം. അത് തിരിച്ച് കയറിയതും അത് നോക്കി ജി അല്ലേ? അത് മറ്റേ മേഘാലയയിൽ 3500 ഡബിൾ ഡെക്കർ ബ്രിഡ്ജിന്റെ സ്റ്റെപ്പ് ഇറങ്ങാൻ. മറ്റേ ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങിയിട്ട് അന്ന് രാത്രി 8 മണിക്കാണ് മുകളിലെത്തി. സ്റ്റേ ഇല്ല, കേറുക. ആ ലാസ്റ്റ് ടൈം കൊണ്ട് കയറ്റിയ സാധനം നമ്മൾ ഉണ്ണിയപ്പം കഴിക്കാൻ പോവാന്നുള്ളത് മാത്രമേ. അല്ല, ഇതും പാടെ ഉണ്ടാവുമ്പോഴാണ് ഒരു ട്രക്കിങ്ങും സാധനം പാടെ ഉണ്ടാവുമ്പോഴാണ് മൊത്തം ഒരു കളറാവുക. വെറും റൈഡിങ് മാത്രമാകുമ്പോഴേ നമ്മുടെ പരിപാടി എങ്ങനെയാ വെച്ചാല് ഒരു സ്ഥലത്ത് പുറപ്പെട്ട ഒരു സ്ഥലത്ത് എത്തുമ്പോത്തിന് ഏകദേശം നല്ല സമയം എടുക്കും. കാരണം ഒരാൾ ലേറ്റ് ആയി പോയാലും നമ്മൾ ഓരോ വെയിറ്റ് ചെയ്യും. പിന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്ത് അടിവാരത്ത് നിർത്തിയില്ലേ, ശരിക്കും അങ്ങനെ ആരും ചെയ്യില്ല. അവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ 10 രൂപയാണ് ഒറ്റ സ്ഥലത്തിൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതെടുത്ത് നിർത്തി ജോലിയാക്കി നമ്മളിവിടെ എത്തുമ്പോൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന് മിങ്കിളാവും. പിന്നെ റിലാക്സ് ആണല്ലോ മെയിനായിട്ട്. ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, അവര് ഒരു ബസ്സിലായിരിക്കും പോകുന്നത്. ഓക്കെ, ആ ബസ് പോകുന്ന സമയത്ത് ഒരുമിച്ച് ഇരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 സീറ്റ് അങ്ങോട്ട് കണക്ഷൻ പെട്ടെന്ന് മിങ്കിളാവും. അത് കഴിഞ്ഞ് ഇവർ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇവരാദ്യം ഒരു ജീപ്പിലേക്ക് മുകളോട്ട് കൊണ്ടുപോകും. ആ ജീപ്പ് പോകുന്ന ആൾക്കാർ നല്ല ക്ലോസ് ആവും, അവിടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ക്ലോസ് ആവും. അങ്ങനെ ഇതാക്കുമ്പോഴത്തേക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് എല്ലാവരും എന്താവും, ക്ലോസ് സർക്കിളാവും.